അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ക്യാരറ്റ് പോളയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ അടുക്കളയൊക്കെ കാണിക്കുന്നത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അടുക്കളയൊക്കെ ഒന്ന് കാണിച്ചിട്ടൊരു വീഡിയോ എടുത്തുകൂടെയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്നും തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ വേവിച്ച് അരച്ചെടുക്കാനുള്ളതുകൊണ്ട് ശരിക്കും ചെറിയ പീസാക്കണമെന്നില്ല, വലിയ പീസാക്കിയാലും മതി. പക്ഷേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ പീസാക്കിയിട്ടുള്ളത്. ഗ്യാസിന് വിലയും കൂടുതൽ, കിട്ടാനും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമുക്കിതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു 1/4 കപ്പ് വെള്ളമൊഴിച്ച് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ക്യാരറ്റൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 3 കോഴിമുട്ടയും 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് നെയ്യ് വേണം, പിന്നെ ഒരു നുള്ളു ഉപ്പും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാരയും കോഴിമുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാൽപ്പൊടി ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കായാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ഏലക്കായ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് ചൂടാറാൻ വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് പശുനെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പശുനെയ്യ് ഇത്രയ്ക്ക് വേണ്ട കേട്ടോ, ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് അധികമായതാണ്. നമ്മൾ പോള വേവിക്കാൻ വെക്കുമ്പോൾ അടുപ്പിൻ്റെ മേലായിട്ട് പഴയ ദോശക്കല്ലോ അതല്ലെങ്കിൽ ഗ്രില്ലോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് നെയ്യും ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ആ നെയ്യ് പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ കൂട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. 25 മിനിറ്റ് വേണ്ട നമുക്ക് ഒന്ന് വേവാനായിട്ട്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ്. ഇനി ഒന്നും കൂടി വേവാനുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റ് പോളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളെടുക്കുന്ന പാൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേവാനുള്ള സമയം വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ പാനാണ് എടുക്കണമെങ്കിൽ കുറച്ച് കട്ടി ഉണ്ടാവില്ല, അപ്പോൾ വേവാൻ കുറച്ചും കൂടി സമയമെടുക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നമ്മളെ ക്യാരറ്റ് പോള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.